അപ്പം ഇവിടെ നമ്മൾ ആ ഒരു ഷെയ്ഡിലുള്ളത് കൊടുത്താൽ മതിയല്ലോ. ആ ഒരു മോഡൽ തന്നെ വേണോ? നമ്മളാ സോഫ പറഞ്ഞ നമ്മൾ സെലക്ട് ചെയ്ത ടൈപ്പിൽ മതി. ഓക്കെ, ഞാനൊന്ന് ബാക്കി നോക്കട്ടെ സർ. ഓക്കെ. പിന്നെ നമ്മളിവിടെ അതായത് ഇതിന് ഓപ്പോസിറ്റ് വരുന്ന wall ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത് ചെയ്യാൻ. അതായത് ഒരു ടേബിൾ പോലെ, ഒരു കുഞ്ഞ് ടേബിൾ ഒരു കൊടുത്തിട്ട് അതിന്റെ മുകളിൽ ഒരു ഫോട്ടോ, പിന്നെ അവിടെ ഒരു സ്പോട്ട് ലൈറ്റ്, അങ്ങനത്തെയാണോ ഉദ്ദേശിച്ചത് ഈ ഒരു വോളിൽ ചെയ്യാൻ? അത് അങ്ങനെ തന്നെയാണ്, പക്ഷെ അവിടെയൊക്കെ ഞാൻ ഈ POPന്റെ ഡിസൈൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്കിൽ വേണം. ഇതിന്റെ ഈ സംഭവം അപ്പൊ നമ്മള് ലിവിങ്ങിന്റെ വാളിൽ ചെയ്തില്ലേ, ആ ഒരു ടൈപ്പ്. അതുപോലത്തെ ഡിസൈൻസുകൾ നമ്മൾ ഈ വോളുകളിൽ കൊടുക്കണം. സെയിം ഡിസൈനിലല്ല, ഡിസൈൻസുകൾ മാറ്റം വരുത്തിയിട്ട് എല്ലാ വാളും ഒരുപോലെ അല്ലാതെ. അങ്ങനെയാണെങ്കിൽ അതായത് ഒരു പ്രീമിയം ലുക്ക് വേണം. ഓക്കെ സർ. സാർ അങ്ങനെ ഡൈനിങ് ഏരിയയിൽ നമ്മൾ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു രീതിയല്ലേ ഉദ്ദേശിച്ചത് ഡൈനിങ്? ഇവിടെ നമ്മൾ ഷാൻഡിലർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ അല്ലാണ്ട് ഡബിൾ ഹൈറ്റ് ആണല്ലോ ഷാൻഡിലിയർ വരിക. അതെ അതെ, ഡബിൾ ഹൈറ്റിൽ നിൽക്കുന്നത്. ഇതിലിപ്പോ ഫയലിൽ നമ്മളിപ്പോ നോർമൽ ഹൈറ്റിലാണ് കാണിക്കുന്നത്, ഡബിൾ ഹൈറ്റിലേക്ക് ആയിരിക്കും കൊണ്ടുപോകുക. വാഷ് ബേസിന് ഒരു ലക്ഷറി അല്ലെങ്കിൽ ഒരു പ്രീമിയം വാഷ് ബേസിൻ നമ്മളിപ്പോ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്, റൗണ്ട് ഷേപ്പിലൊരു വലിയ മിററും, പിന്നെ അതിന് താഴെയായിട്ട് നമ്മളൊരു വാഷ് ബേസിൻ. റൗണ്ട് അല്ല വേണ്ടത്, എന്തോ ഒരു ഓവൽ ഷേപ്പ് ഒക്കെ ഇല്ലേ? ഓവൽ ഷേപ്പ്. ജസ്റ്റ് ഒരു ഫോട്ടോ കിട്ടുക. കൺഫേം ആക്കിയാൽ പിന്നെ ഇനിയൊരു ഇതിനെ ഇരിക്കണ്ടെന്ന് ചോദിച്ചിട്ടാണ്. എന്താണ് സർ? അത് ഇന്ന് തന്നെ നിങ്ങളൊന്ന് ചേഞ്ച് ചെയ്തിട്ട് കാണിച്ചു തരുമോ? കാണിച്ചു തരാം. പെട്ടെന്ന് തീർക്കാന്ന് ചോദിച്ചിട്ടാണ്. ചേച്ചി നവാസ് അയച്ചോ എന്തെങ്കിലും? സർ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ബാക്കി നോക്കട്ടെ. ഒറ്റ സെക്കൻഡ്, ഒരു മിനിറ്റ്. ഒരു ഫോട്ടോ അയച്ചു തരാൻ വേണ്ടിട്ട്. ഓക്കെ സർ. ഫോട്ടോ